ഹായ് ഫ്രണ്ട്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് വാട്സപ്പിൽ വന്നിട്ട് മെസ്സേജ് ചെയ്യാറുണ്ട്. ഇപ്പം ഞാനൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു, എനിക്ക് വ്യൂ കുറവാണ്, ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ഞാൻ സ്ട്രഗിൾ ചെയ്യാൻ തയ്യാറാണ്, എനിക്ക് ഒരുപാട് കടബാധ്യതയുണ്ട്, ഞാൻ ഇന്ന ജോലിയിലായിരുന്നു, അത് വിരമിച്ചിട്ടാണ് ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ കൊണ്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ യൂട്യൂബിലുള്ള വീഡിയോ തന്നെ എനിക്ക് ഫേസ്ബുക്കിൽ ഇടാൻ പറ്റുമോ, മറ്റുള്ള സോഷ്യൽ മീഡിയയിൽ ഇടാൻ പറ്റുമോ, ഇങ്ങനെ ഒട്ടനവധി ഡൗട്ടാണ്. ബിഗിനറായിട്ട് വരുന്നവർക്ക് തീർച്ചയായിട്ടും ഡൗട്ടുകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ വാട്സപ്പിലൂടെ പരമാവധി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിൽ എന്നെക്കൊണ്ട് സാധിക്കും എന്നുള്ള ഒരു ഉന്മാദം തീർച്ചയായിട്ടും അവർക്ക് ഉണ്ടാവണം എന്ന് കരുതലോടുകൂടി തന്നെയാണ് ഞാൻ ഓരോ കാര്യങ്ങളും അവരോട് ഷെയർ ചെയ്യാറുള്ളത്. ഓക്കെ, കാരണം സോഷ്യൽ മീഡിയയിൽ വരുന്ന ഓരോരുത്തരും അവർ രക്ഷപ്പെടണം, അവർ ചാനൽ കൊണ്ട് മുന്നോട്ടും നല്ല രീതിയിൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് നിലവാരങ്ങൾ ഉയർത്താൻ വേണ്ടി അവരെന്താണ് ആഗ്രഹിക്കുന്നത് അത് നേടിയെടുക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ വരുമ്പോൾ എന്തൊക്കെയാണ് നേടുക? ഒന്ന് പ്രശസ്തി, രണ്ടെന്താണ് പ്രശസ്തി പറഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബ്സ് കൂടുന്നു. ഒരുപാട് ഇപ്പോൾ എന്നെ നമ്മുടെ 1,33,000 മേലെ സബ്സ്ക്രൈബ്സ് ഉള്ള ആളുകൾ എന്നെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. ഇത് തന്നെയാണ് ഓരോ ബിഗിനർ വരുന്നവരും. അവർ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി പ്രവർത്തിക്കുന്നു, ലൈവുകൾ ചെയ്യുന്നു. ലൈവൊക്കെ ചെയ്യുമ്പോൾ അവർ ഒരുപാട് ഫ്രണ്ട്സായിട്ട് നല്ല രീതിയിൽ സംസാരിച്ച് നല്ല രീതിയിൽ സംവാദമാകുന്നു, ഒരുപാട് സുഹൃത്തുക്കളെ ഗെയിൻ ചെയ്യുന്നു. പക്ഷെ പലവരുടെ ലേഡീസിന്റെ ലൈവിലാണ് ഒരുപാട് അസഭ്യമായിട്ടുള്ള വാക്കുകൾ ഞാൻ കാണുന്നുണ്ട്. ഞാൻ പലവരുടെയും ലൈവ് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഫാമിലി ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ അവരൊക്കെ ബിഗിനർ ആയിട്ടുള്ളവരാണ്. അവരുടെ ലൈവൊക്കെ നോക്കുമ്പോൾ ഞാൻ തന്നെ കണ്ണ് തള്ളിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കാരണം ഭയങ്കര ബൾഗറായിട്ടുള്ള കമന്റുകളൊക്കെയാണ് പലവരും ചെയ്യുന്നത്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഒരു നിലനിൽപ്പ് പറഞ്ഞ പോലെ യൂട്യൂബിൽ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു നിലനിൽപ്പാണല്ലോ ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിക്ക് പലവരും അതിനെ സഹിച്ച് അതിൻ്റെതായിട്ടുള്ള തക്കതായ മറുപടിയും കൊടുക്കുന്നുണ്ട്. അത് കണ്ടില്ല എന്ന് നടിച്ചിട്ട് വേറെ നല്ല രീതിയിൽ കമന്റ് ചെയ്യുന്നവർക്ക് റിപ്ലൈ കൊടുത്തുകൊണ്ട് പോകുന്ന സഹോദരികളെ കാണാൻ പറ്റി. തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ വ്യത്യസ്തമാണ്. അതായത് 5 പേരിലും ഒരേപോലെ അല്ല പറയുന്ന പോലെ ആളുകളുടെ മനോഭാവം പലതായിരിക്കും. അപ്പോൾ അതിനെയൊക്കെ തരണം ചെയ്യണം. അപ്പം ഞാൻ ബിഗിനറായിട്ട് വരുന്ന ആളോട് ആദ്യം പറയുന്നത് നല്ല തൊലിക്കെട്ടി, അതായത് എന്ത് സഹിക്കാനുള്ള ചെറിയൊരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാകണം. തുടക്കത്തിൽ നമ്മളും അങ്ങനെയൊക്കെ തന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേട്ട് ശീലമില്ല. അതുകൊണ്ടാണ് ബിഗിനറായിട്ട് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് കേട്ട് ശീലമില്ലാത്തത് പലതും കേൾക്കേണ്ടി വരുമ്പോൾ നമ്മുടെ മനസ്സ് ആദ്യം അക്സെപ്റ്റ് ചെയ്യില്ല. നമുക്ക് വേണ്ട, ഇതൊന്നും നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല പറഞ്ഞിട്ട് ചിലവർ നിർത്തിപ്പോയവരും ഉണ്ട്. ഇങ്ങനെയൊക്കെ കേട്ടിട്ട് കമന്റുകളിലൂടെ പരിഹാസങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മോശമായിട്ടുള്ള വാക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് സഹിക്ക വയ്യാണ്ട് പോയവരുണ്ട്. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ അതൊന്നും മൈൻഡ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം എനിക്ക് പറഞ്ഞു തരാനുള്ളത്. കാരണം നമ്മൾ ഒരു ലക്ഷ്യബോധത്തോടു കൂടിയിട്ട് ചാനൽ തുടങ്ങുമ്പോൾ നമ്മൾ നല്ല നല്ല കണ്ടന്റ് കൊടുക്കുന്നു, നമ്മുടേതായിട്ടുള്ള കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. അത് ഇഷ്ടമുള്ള, അതായത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന 99 പേരുണ്ടെങ്കിൽ, നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നു, നല്ല നല്ല കമന്റ് ചെയ്യുന്നു, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് 99 പേരുണ്ടെങ്കിൽ ആ ഒരു കമന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഒഴിവാക്കി പോകരുത്. ഇത്തരത്തിൽ ഒരാൾ നിങ്ങളെ ബാഡ് കമന്റ് പറഞ്ഞു അല്ലെങ്കിൽ ചീത്ത പറഞ്ഞു പറഞ്ഞിട്ട് അത് ഒഴിവാക്കി പോകരുത്. നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ, കാരണം നിങ്ങളുടെ ഓരോ കഴിവ് നിങ്ങൾ യൂട്യൂബിൽ കാണിക്കുമ്പോൾ അതിനെ ഇഷ്ടപ്പെടുന്ന ഓരോ അറിവും ചെറുതല്ല എന്ന് പറയുന്ന പോലെ അതിന് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. നമ്മളൊക്കെ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ പറയുന്ന ഞാനും, എനിക്ക് യൂട്യൂബിൻ്റെ എല്ലാം അറിയുന്ന ആളല്ല, നമ്മളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂട്യൂബിൽ ഓരോ അപ്ഡേറ്റ് വരുമ്പോൾ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ പഠിച്ചാലാണ് എൻ്റെ ഓഡിയൻസിന് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഓരോ കാര്യങ്ങൾ ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ ഓരോ തലങ്ങളും എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. ഇതറിയാത്തത് നിങ്ങൾ പല കണ്ടന്റ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഒരു കണ്ടന്റ് പറഞ്ഞു തരുമ്പോൾ ഇത് അപ്ലൈ ചെയ്യണം, ഇന്ന ബെനിഫിറ്റ് ഉണ്ട്, ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക എന്നുള്ളത് എൻ്റെ ഒരു കാര്യമാണ്. കാരണം യൂട്യൂബിൽ ഞാൻ അത്തരത്തിലുള്ള കണ്ടന്റ് ഇടുന്നതുകൊണ്ട്. അതേപോലെ നിങ്ങൾ ഓരോരുത്തരും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കമന്റ്, ബാഡ് കമന്റ് വരുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർ ഇങ്ങനെ നീക്കി ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നാലെ കുത്തുന്ന പോലെയുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. കാരണം നമ്മൾ ഒരു പ്രതീക്ഷ കൊണ്ടാണ് വന്നിരിക്കുന്നത്, നമ്മൾ വിജയിക്കണം. അധികം പേർക്കും ഈ മടി എന്നുള്ള, അതായത് മടിച്ചുകൊണ്ടിരിക്കുക, ഒരു കാര്യം കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്യാത്ത ഒരു അവസ്ഥയിലോട്ട് പോകുന്നതാണ് ഏറ്റവും ആളുകളുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ ഉയർച്ച വരാത്തത്. രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ നല്ല രീതിയിൽ പ്രതിജ്ഞയെടുത്ത് ഇരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യവും കൊണ്ട് നമ്മൾ മൊബൈൽ എടുക്കുന്നത്. ഈ മൊബൈൽ ഉണ്ടല്ലോ നമ്മളുടെ മൈൻഡിനെ ആകെ ചേഞ്ച് ചെയ്യും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ഈ മൊബൈൽ നമുക്ക് കാണിച്ചു തരിക. നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോം എടുത്തോളൂ, യൂട്യൂബ് എടുത്തോളൂ, ഇൻസ്റ്റാഗ്രാം എടുത്തോളൂ, ഫേസ്ബുക്ക് എടുത്തോളൂ, നിങ്ങൾ എന്ത് താല്പര്യം കൊണ്ട് നിങ്ങൾ സെർച്ച് ചെയ്ത ഒരു വിഷയമുണ്ടോ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞു തരും.
ഒട്ടനവധി കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് വരും. അപ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡ് കൺവേർട്ട് ആയിക്കൊണ്ട് നിങ്ങൾ അതിൽ ബിസിയാക്കും. നിങ്ങളുടെ സമയം പോണതേ അറിയത്തില്ല. പലവർക്കും പറ്റുന്ന അബദ്ധമാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ബാക്കി ഫ്രീ ടൈം ഉണ്ടെങ്കിൽ അത് ഒരു നിശ്ചിത ടൈം വെക്കുക. ഇത്ര സമയത്തിന് വരെ ഞാൻ മൊബൈൽ യൂസ് ചെയ്യുള്ളൂ, അതിനുശേഷം ഞാൻ നിർത്തിയിട്ട് എൻ്റെ വേറെ കാര്യങ്ങളിലേക്ക് പോകുമെന്ന് ഒരു കറക്റ്റ് ഒരു അലാറം, മൊബൈലിൽ ഒരു അലാറം വെക്കുക. അപ്പോൾ അത് വെച്ചാൽ അത് പ്രാവർത്തികമാക്കണം, അല്ലാണ്ട് അതന്നെ തോണ്ടിക്കൊണ്ടിരിക്കരുത്. കാരണം നമ്മുടെ സമയത്തെ കൊല്ലുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ മൊബൈൽ എന്ന് പറയുന്നത്. ഈ മൊബൈൽ ഇത്തരത്തിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ അനുഭവവും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഇത് ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ടാവും. കാരണം അത്തരത്തിലാണ് ഈ മൊബൈൽ നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്നത്. കാരണം അതിലിങ്ങനെ സ്ക്രോൾ ചെയ്ത് നമ്മൾ നമ്മുടെ സമയം കൊല്ലും. എന്നിട്ട് ലാസ്റ്റ് വീഡിയോ എടുക്കുന്ന ടൈം പോയി, എഡിറ്റിംഗ് സമയമില്ല, കുട്ടികൾക്ക് ചോറ് മാറി കറി ഉണ്ടാക്കിയിട്ടുള്ളവർക്കൊക്കെ ഓടുന്ന അമ്മമാരുണ്ടാവും. തീർച്ചയായിട്ടും എന്താണ് അറിയോ, ഈ സമയം പോണത് അറിയാത്തതുകൊണ്ടാണ്. ഇതിലിങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ഇത് കാണിച്ചു തരുന്നത്. കാരണം ഇത് സോഷ്യൽ മീഡിയയിൽ എൻഗേജ്മെന്റ് ആവണം. നമ്മൾ വീഡിയോ ഇടുന്നത് നമ്മുടെ വീഡിയോ ഒരുപാട് പേര് കാണണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. അതേ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തർ പ്രവർത്തിക്കുന്നത്. എന്റർടൈൻമെന്റ് വീഡിയോ മറ്റുള്ളവർക്ക് ഇടുന്നത് എൻഗേജ്മെന്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യമുണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് കടിഞ്ഞാണിടുക എന്ന് പറഞ്ഞ പോലെ നമ്മളൊന്ന് അലാറം വെച്ചിട്ടൊക്കെ ഒരു കറക്റ്റ് നിശ്ചിത ടൈമിന്. പിന്നെ അവനവൻ്റെ കാര്യങ്ങളാണ് ആദ്യം നോക്കേണ്ടത്. നമ്മൾ എന്താണോ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നത് അതാദ്യം ചെയ്തിട്ട് മാത്രം ഫ്രീ ടൈമിൽ ഇത്തരത്തിലുള്ള മൊബൈൽ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ കാര്യം ചെയ്യാൻ സമയം കിട്ടത്തില്ല. അതുകൊണ്ടാണ്. ഓക്കെ. പിന്നെ എപ്പോഴും മോട്ടിവേഷനുള്ള ഒരാളായിട്ടിരിക്കുക. എപ്പോഴും നമുക്ക് ബി പോസിറ്റീവ് എന്നുള്ള മൈൻഡ് നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കും. എന്നാലേ നമുക്ക് സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. നമ്മൾ ചടച്ച് മടിച്ച് നമ്മളെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, എന്ത് പറയും, അങ്ങനെയൊക്കെ കരുതി കഴിഞ്ഞാൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് മുന്നോട്ട് പോരാൻ സാധിക്കില്ല. അവർ പറഞ്ഞിട്ടും ഉണ്ടായില്ല, അവർ അങ്ങനെ കരുതിയിട്ടും ഉണ്ടായില്ല. നമ്മളാണ് കരുതുന്നത്. നാം ഓരോരുത്തരുമാണ് കരുതുന്നത് അവരെന്നെ തെറ്റിദ്ധരിക്കുമോ, അയൽവക്കക്കാർ എന്നെ എന്തെങ്കിലും വിചാരിക്കുമോ. അവരൊന്നും വിചാരിച്ചിട്ടേ ഉണ്ടാവില്ല. നമ്മൾ സ്വയം വിചാരിച്ചിട്ട് നമ്മൾ BP കൂട്ടുകയാണ്, പ്രഷർ കൂട്ടുകയാണ്. അപ്പൊ നമുക്ക് എന്താണ്, അങ്ങനെ പ്രഷർ കൂടുമ്പോൾ നമുക്ക് ചെയ്യണം എന്ന് വിചാരിച്ച കാര്യങ്ങൾ കൂടി മറന്നു പോകും, ചെയ്യത്തുമില്ല. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ. ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ്. ഇതെല്ലാം നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കും. സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും ആക്റ്റീവ് ആകണം, പ്രശസ്തി വേണം, പണം സമ്പാദിക്കണം, അങ്ങനെ എല്ലാ ആഗ്രഹങ്ങളുണ്ട്. അവരുടേതായിട്ടുള്ള ജീവിത നിലപാട് എല്ലാം മെച്ചപ്പെടുത്തണം, എല്ലാ ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തളർത്തുമ്പോൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ. എന്താണെന്ന് വെച്ചാൽ ഇതിൽ നല്ല അവസരമാണ്. സോഷ്യൽ മീഡിയ തന്നെയാണ് ഇനി വരും കാലങ്ങളിലും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് എല്ലാം നടക്കുന്നത്. നിങ്ങൾ ഒരു കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്താണ്? ഒന്ന്, വീഡിയോയിലൂടെ കിട്ടുന്ന ഏണിങ്സ്. രണ്ട്, അഫിലിയേറ്റീവ് മാർക്കറ്റിംഗ്. അഫിലിയേറ്റീവ് മാർക്കറ്റിംഗ് പറഞ്ഞാൽ പല പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് ലിങ്ക് ഒക്കെ കൊടുത്ത് നിങ്ങൾക്ക് സമ്പാദിക്കാം. മൂന്നാമത്, നിങ്ങളുടെ ഓരോ ഷോപ്പുകാർ അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്ഘാടനം അല്ലെങ്കിൽ എന്തുമായി ബന്ധപ്പെട്ട് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് റിവ്യൂ ചെയ്യുക, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കോൺടാക്ട് നമ്പറിൽ, മെയിൽ ID-യിലൊക്കെ കണക്ട് അവർ നിങ്ങളെ എന്ത് ചെയ്യും, കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് വരുമാനം സമ്പാദിക്കാം. അതായത് നിങ്ങൾക്ക് ഒരു എമൗണ്ട് പറയാം, നിങ്ങളുടെ വ്യൂസിനനുസരിച്ചിട്ട്, ചാനലിൻ്റെ വ്യൂസിനനുസരിച്ചിട്ടാണ് ഇവരെല്ലാം നിങ്ങളോട് ബാർഗിൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ നല്ല രീതിയിൽ കൺസിസ്റ്റൻസി ആയിട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഉത്തരവാദിത്തം നമുക്കുണ്ട്. ബിഗിനറായിട്ട് വരുന്നവർ ഒരു ഏണിങ്സ് മാത്രമല്ല ഇതിൽ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനും കൂടി പറ്റും. ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ വരുമാനം അല്ലാണ്ട്, യൂട്യൂബിൻ്റെ വരുമാനം അല്ലാണ്ട്, നിങ്ങളിപ്പോൾ ടീച്ചിങ് ആണെങ്കിൽ നിങ്ങൾക്ക് ട്യൂഷൻ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും, എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും. ഒട്ടനവധി കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ തുടക്കത്തിൽ നിങ്ങൾ ചാനലിനെ നല്ല രീതിയിൽ റീച്ചാക്കി കൺസിസ്റ്റൻസി ആയിട്ട് നല്ല രീതിയിൽ ഓഡിയൻസിന് കീപ്പ് ചെയ്യുക, അവർക്ക് കമൻറ്റിന് റിപ്ലൈ കൊടുക്കുക, നന്നായിട്ട് ലൈവൊക്കെ ചെയ്യുമ്പോൾ നല്ല മറുപടികൾ കൊടുത്തുകൊണ്ട് നന്നായിട്ട് ആക്റ്റീവ് ആകുക, നന്നായിട്ട് ചാനൽ ആക്റ്റീവായി കൊണ്ടുപോവുക. എന്നിരുന്നാലാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും. എന്നെക്കൊണ്ട് ഇനി അടുത്തത് എന്ത് ചെയ്യണം, എനിക്ക് ഇത്ര സമയമുണ്ട്, ആ സമയം ഞാൻ എന്ത് ചെയ്യണം. പിന്നെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്നറിയോ, മറ്റുള്ള ആലോചനകളൊക്കെ വിട്ടുകൊണ്ട് നമുക്കിതിൽ നന്നായി ആക്റ്റീവ് ആകുമ്പോൾ പറ്റും. സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് മറ്റുള്ള ദുഷിച്ച ചിന്താഗതി, മറ്റുള്ള ഇങ്ങനെയുള്ള എന്തെങ്കിലും ചുമ്മാ ഇരുന്ന് ആലോചിച്ചുകൊണ്ടേ ഇരിക്കുക, അങ്ങനെ എനിക്കൊന്നും ചെയ്യാനില്ല, അങ്ങനെയുള്ള ടെൻഷൻ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തി കൊണ്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നല്ല നല്ല കമൻറ്റുകൾ വരുമ്പോൾ നമുക്ക് വീണ്ടും ആവേശം കൂടും. നമുക്ക് ഇനി നല്ല നല്ല വീഡിയോസ് ഇടണം, എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട്, എന്നെ ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്നുണ്ട്, അവർ എന്നെ സ്വീകരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ തളരാതെ തന്നെ മുന്നോട്ട് പോവുക. നിങ്ങളെ കൊണ്ട് സാധിക്കും, നിങ്ങളെ കൊണ്ടേ സാധിക്കൂ. ഈ ഒരു ചിന്ത എപ്പോഴും മൈൻഡിൽ വയ്ക്കുക.
അല്ലാണ്ട് മറ്റൊരാൾ നിങ്ങളുടെ കൈ പിടിച്ചിട്ട് ഇന്നത് ചെയ്യൂ, നീ ഇന്നത് ചെയ്യൂ പറഞ്ഞിട്ട് ഒരാൾ നിങ്ങളെ പിടിച്ച് വലിക്കില്ല, നിങ്ങളെ പിടിച്ച് ചെയ്യൂ എന്ന് പറയില്ല. നിങ്ങൾ സ്വയം ഇറങ്ങിത്തിരിഞ്ഞാലേ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അല്ലാണ്ട് ആരും നിങ്ങളെ പിടിച്ചിട്ട് ഒരു കസേരയിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് നിങ്ങൾ ഇനി ഇതെല്ലാം നിയന്ത്രിച്ചോളൂ പറഞ്ഞിട്ട് ഒരാൾ നിങ്ങൾക്ക് ആ ഒരു കസേര തരാനില്ല. നിങ്ങൾ തന്നെ അത് എത്തിപ്പിടിക്കണം. നിങ്ങൾ തന്നെ പോയി അത് കണ്ടെത്തി എന്തൊക്കെ കാര്യങ്ങൾ അതിനു വേണ്ടി ചെയ്യണം അതുപോലെ നിങ്ങൾ ചെയ്ത് മുന്നോട്ട് വരണം. എന്നിരുന്നാൽ മാത്രമേ ജീവിതത്തിൽ സക്സസ് ആകാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബിഗിനറായിട്ട് ചടഞ്ഞുകൂടി ഒന്നും ചെയ്യാൻ പറ്റാനില്ല, ഒന്നും എന്നെ കൊണ്ട് ആവില്ല എന്ന് കരുതുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചെറിയൊരു മോട്ടിവേഷൻ പോലെ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതും ഞാൻ എൻ്റെ യൂട്യൂബ് ഫാമിലിയായിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുമ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഈ ഒരു നിങ്ങളുമായിട്ടുള്ള ഈ സന്ദേശം ഇത്തരത്തിലുള്ള ഒരു മോട്ടിവേഷൻ പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്ന കരുതലോടുകൂടി വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ജയ് ഹിന്ദ്.